അസ്സലാമു അലൈക്കും. നല്ല മഴയായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഉപ്പ ഹോസ്പിറ്റലിലാണ്. ഉപ്പാൻ്റെ സർജറി ബ്ലഡെല്ലാം അറേഞ്ച് ചെയ്യാൻ നാളെ രാവിലെ സഹോദരൻ പോവും. കഫമൊക്കെ കുറവുണ്ട് അൽഹംദുലില്ലാ. ഒരുപാട് പേര് ദുആയൊക്കെ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല ഉപ്പ ഇപ്പം ലാസ്റ്റ് ഘട്ടങ്ങളൊക്കെ ഇപ്പം ഈ കുറച്ച് ഓപ്പറേഷത്തിന് മുമ്പ് ഇപ്പം ഒരുപാടങ്ങ് അവശതയായിപ്പോയി. അപ്പോൾ ഇനി ഈ സർജറി കഴിഞ്ഞാലേ അൽഹംദുലില്ലാ റാഹത്താവുള്ളൂ. കാരണം അവനവൻ്റെ കാര്യമെങ്കിലും നോക്കാൻ പറ്റുക അത് ഏറ്റവും വലിയൊരു ഹയറാണ്. കാരണം ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പം ഉമ്മ നോമ്പൊക്കെ മുറിച്ച് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉമ്മാനെ കണ്ടിട്ട് മസ്റൂറ ഫാത്തിമ ചാനൽ അങ്ങനെ വിളിച്ച് സംസാരിച്ച് അതൊക്കെ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ സന്തോഷമാണ് കേട്ടോ. പിന്നെ നല്ല മഴയായിരുന്നു. മക്കൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടിരിക്കുന്നുണ്ട്. മുത്തുമോന് ചെറിയൊരു സങ്കടമുണ്ട് ഉപ്പയില്ലാത്തതുകൊണ്ടേ. സ്കൂൾ തൊട്ട് വന്നപ്പോൾ ഒരുപാട് കരഞ്ഞ്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസുകൾ ഈ ഫാമിലി വ്ളോഗ് കാണാറുണ്ട്. ഓരോരുത്തർ ഒരേ കാര്യങ്ങൾ ഇപ്പോൾ ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരു കുട്ടി ഇരട്ടയും ആദ്യത്തേതും ഭർത്താവ് ഉപേക്ഷിച്ച് അവിഹിതം. ഈ അവിഹിത ബന്ധമൊക്കെ വരുമ്പോൾ നമ്മുടെ ഏതൊരു ഭാര്യയും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഭർത്താവിൻ്റെ അവിഹിതം. ബാക്കി എന്ത് നമ്മൾ സഹിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി നമ്മൾ പൊരുത്തപ്പെടും. അത് മാത്രം നമ്മൾ സഹിക്കില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ തകരുന്നുണ്ട്. ചിലർ അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കുന്നവരുണ്ട് മക്കളെ ഓർത്തിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു ഭർത്താവില്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് തോന്നിയ സമയങ്ങളുണ്ട്. അന്നത്തെ പൊട്ടത്തരമാണ് കേട്ടോ. അന്നൊന്നും ഇത്ര പക്വതയില്ല. പൊട്ടക്കിണറ്റ് കിടക്കുന്ന തവളേൻ്റെ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഈമാൻ ഉറച്ച് മസ്റുമോൾ വന്നതിന് ശേഷം എനിക്ക് അൽഹംദുലില്ലാ സന്തോഷവും റാഹത്തുമാണ്. പിന്നെ ഒരുപാട് സമയങ്ങളിൽ പതറിപ്പോയ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലെല്ലാം എൻ്റെ ഉപ്പ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പം ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ ഒരു റമളാനിക്കാണ് ഞാൻ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷത്തിലിരിക്കുന്നത്. വീടായി എന്നൊരു സമാധാനം, പിന്നെ കുട്ടികളുള്ളത് ബറക്കത്താണ്. കാരണം എന്ന് വെച്ചാൽ ഇവരുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. കാരണം എന്ന് വെച്ചാൽ മക്കളെ കൂടെ ഇരിക്കുമ്പോൾ ഇല്ലേ അവരോട് സംസാരിച്ചിട്ടും പറഞ്ഞു അവരെ കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. കാരണം ഒരു കുട്ടിക്ക് വേണ്ടി ഇത്രയും ലൈഫ് ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് അള്ളാഹു 4 മക്കളെ തന്നു. 3 പേര് എൻ്റെ കൂടെ ഉണ്ട്. ഒരാൾ ഖബറിലുണ്ട്. പടച്ച നാളെ ആ കുഞ്ഞിനെ എനിക്ക് എന്തിനിപ്പോൾ വന്നാലും ശരി തന്നെ നാളെ ആ കുഞ്ഞെനിക്ക് തണലിന് വരും. ഒരുപാട് ദുഃഖങ്ങൾ വരുമ്പോൾ ആ കുഞ്ഞ് വന്ന് ചിരിക്കുന്നത് കാണും. കാരണം എന്തെന്നറിയാമോ, അൽഹംദുലില്ലാ ഞാൻ ആദ്യം പ്രസവിച്ച ഒരു കുഞ്ഞാണ്. ഒരു കുഞ്ഞ് നമ്മുടെ ഗർഭപാത്രത്തിലോട്ട് അള്ളാഹു അതിൻ്റെ റൂഹ് ഊതിക്കഴിഞ്ഞ് അനക്കമൊക്കെ തുടങ്ങുമ്പോൾ ആ ഉമ്മ വേറൊരു കാലഘട്ടത്തിലോട്ട് പോണേണ്. ഒരു മനുഷ്യന് എത്ര വളർച്ചയുണ്ടെന്നറിയാമോ? ഒരു മനുഷ്യൻ മയ്യത്താവുമ്പോൾ ഒരു വളർച്ചയുണ്ട്. കല്യാണം കഴിയുമ്പോൾ പ്രസവത്തിൽ ഒക്കെ നമുക്ക് ശരീരത്തിന് ഓട്ടോമാറ്റിക് ചേഞ്ചിങ് വരും. അത് ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യം പ്രസവം കഴിയുമ്പം ചിലപ്പോൾ ചിലവർക്ക് പോവും. ചിലവർ അതിൻ്റേതായ മെയിൻ്റെനൻസ് ചെയ്യും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള ഒരു പ്രസവ ശുശ്രൂഷകളും അധികം കിട്ടാത്ത ഒരാളാണ്. ആദ്യത്തെ പ്രസവത്തിൽ ഒക്കെ കരച്ചിലായിരുന്നു. രണ്ടാമത്തെ പ്രസവത്തിൽ ഓക്കെ. പക്ഷേ എൻ്റെ ഉമ്മ എന്നെ നല്ല കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിനോടൊന്നും പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. പിന്നെ മസ്റുമോൾ ജനിച്ചപ്പോൾ അൽഹംദുലില്ലാ, പിന്നെ മുത്തുമോനും അൽഹംദുലില്ലാ എനിക്ക് മക്കളുണ്ടല്ലോ എന്നൊരു ധൈര്യം. പിന്നെ ഈ മക്കളെ ചൊല്ലിയിട്ട് ഞാൻ ഒരിക്കലും, അതായത് ഈ മക്കളെ എനിക്ക് ഒരിക്കലും ഒരു അധിക പറ്റായിട്ട് തോന്നിയിട്ടില്ല. ഈ മക്കളുള്ളത് കൊണ്ടാണ് എനിക്ക് അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്കൊരു കുസൃതി കുട്ടനുണ്ട് എൻ്റെ മിച്ചുമോന്. അവൻ്റെ കാര്യം പറയണമെന്ന് വെച്ചാൽ അവന് ഉറങ്ങുന്ന ടൈം മാത്രം കുസൃതിയില്ല. ബാക്കി ഏത് ടൈം കാണണമെങ്കിലും അവർക്ക് ഇങ്ങനെ കുരുത്തക്കേട് കാണിച്ചിട്ട് നിൽക്കുക. അവനില്ലെങ്കിൽ ഈ 2 മക്കൾ ഇവിടെ നിന്ന് കളിച്ചിട്ട് പോലും ഉറക്കം തൂങ്ങിപ്പോവും. പക്ഷേ എനിക്ക് ഈ 3 മക്കളും എനിക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഫോണിപ്പോൾ പോയേനെ കേട്ടോ, ചാടി കയ്യിൽ നിന്ന് പോയി. പിന്നെ മക്കളെ ചൊല്ലിയിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് പേര് മക്കളെ വരച്ചിട്ട് വീഡിയോ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയും, നിനക്ക് ഈ മക്കളെ ഇത്രയും പ്രസവിച്ച് ഇത്രയും ദുഃഖം വന്നപ്പോൾ നിനക്കൊന്നും തോന്നിയില്ലേ? ഫോണൊക്കെ വിളിച്ച് ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു അള്ളാ ഈ മക്കളാണ് എൻ്റെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും നിന്നത്. പിന്നെ കളിയും ചിരിയും ഒക്കെ കേൾക്കും. അവരെ കളിയുമുണ്ട്, ചിരിയുണ്ട്, തമാശയുണ്ട്, കരച്ചിലുണ്ട്, പരാതിയുണ്ട്, പരിഭവമുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ചിലപ്പോൾ നെജിയെ വിളിക്കും, ചിലപ്പോൾ ഉമ്മ വിളിക്കും, സ്നേഹം കൂടുമ്പോൾ ഉമ്മി വിളിക്കും. ഇതൊക്കെ കേൾക്കാനായിട്ട് ഒരു മൈൻഡ്, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും ഈ മക്കളെന്ന് പറഞ്ഞാൽ മരിക്കും. ചെറുമക്കളോടുള്ള സ്നേഹവും കരുതലും. അപ്പോൾ ഉപ്പാക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സർജറിയിലൊന്നും മിക്കവാറും ഞാൻ പോകും ഇൻഷാ അല്ലാഹ്.
മെഡിക്കൽ കോളേജിലാണ്. കയറ്റിയൊന്നും വിടൂല, എന്നാലും കുഴപ്പമില്ല. ഉപ്പാനും ഒന്ന് കാണണം. എൻ്റെ അടുത്താണെങ്കിൽ ICUലൊക്കെ ആയിരിക്കും. ഇനിയിപ്പം നാളെ കാക്കച്ചി പോയിട്ട് വരുമ്പോൾ അറിയാം. ഇപ്പം ദുആ ചെയ്യണം നിങ്ങൾ, ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ടിട്ട്. ഉപ്പൻ്റെ സർജറി പെരുന്നാളിന് മുമ്പ് പടച്ചോനെ ഇനി വരണേന്നാണ്. കാരണം ഉപ്പയില്ലാത്തൊരു പെരുന്നാൾ, 4 വാടക വീടാണെങ്കിലും ഞാൻ പെരുന്നാൾ നിസ്കരിച്ചിട്ട് ഓടി വരും എൻ്റെ ഉപ്പേനെ കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ. ഉപ്പാൻ്റെ സർജറി നടക്കണം. പിന്നെ ഡിവോഴ്സായി ഇങ്ങനെ ജീവിതത്തിൽ ട്രാജഡി സംഭവിച്ചത് എനിക്ക് ഭയങ്കര ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ ഞാനിപ്പോൾ റാഹത്താണ്, ഓക്കെയാണ്. കാരണം എനിക്കിപ്പം ഉണ്ട ഈ ചേഞ്ചിങ് എന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഉണ്ട ഈ മൈൻഡെന്ന് വെച്ചാൽ ഒരുപാട് പോസിറ്റീവ് മൈൻഡാണ്. മക്കളെ പഠിപ്പിക്കണം, അത് ദീനും ദുനിയാവും ആഗ്രഹം ഉള്ളത് പഠിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു നിയത്ത് വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം പടച്ചോൻ്റെ തീരുമാനവും അനുഗ്രഹവും അങ്ങനെ നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാ എന്തായാലും ഞാൻ യൂട്യൂബ് കൊണ്ടുപോകും. വീഡിയോസ് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷനുകൾ ഞാൻ ഇടും. നിങ്ങളുടെ ദുആയും സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. കാരണം നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഒരുപാട് വിഷമത്തിൻ്റെ ഇടയിലും ഇവിടം വരെ എത്തിയത്. അപ്പോൾ അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ മക്കളെ ബ്രഷ് ചെയ്യണം, ഇനിയിപ്പോൾ നാളെ സ്കൂളിൽ പഠിത്തമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.